ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ എല്ലാവരുടെയും പഠിത്തം ഇതുവരെയൊക്കെ ആയി, എക്സാമിങ് അടുത്തോട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക്സിലെ മനുഷ്യാവകാശ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പ്രത്യേക ആർട്ടിക്കിള് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്തെടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിന് മുന്നേ നമ്മുടെ ഹാൾ ടിക്കറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. FAPUവിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും നല്ല ആകാംക്ഷയിൽ നോക്കിയിരിക്കുന്ന ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കയറിയിട്ട് പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വന്നിട്ടുണ്ട്, ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ ഇവയുടെയൊക്കെ രൂപീകരണത്തിനായിട്ട് നിലവിൽ വന്നിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഈ നിയമം ഭേദഗതി ചെയ്തത് 2 വർഷങ്ങളിലാണ്. 2006 2019 അങ്ങനെ 2 തവണ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഭേദഗതി എന്നാണ് കേട്ടോ. 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006 ഭേദഗതി ചെയ്തത് നിയമം നിലവിൽ വന്നില്ല. 2019 പിന്നെ നിയമം ഭേദഗതി ചെയ്യുന്നത് അല്ലേ. അത് നമുക്ക് പഠിക്കാനുമുണ്ട്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ് കേട്ടോ. 8 അധ്യായങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലുള്ളത്. അധ്യായം 1 എന്താണ് പറയുന്നത്? പ്രാരംഭികം തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അധ്യായം 1 പറയുന്നത്. ഇനി 2 എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അധ്യായം 2 എന്താണ്? അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അധ്യായം 3 എന്താണ് പറയുന്നത്? കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അധ്യായം 4 നടപടിക്രമം. അധ്യായം 5 മനുഷ്യാവകാശ കമ്മീഷനുകൾ. അധ്യായം 5 മനുഷ്യാവകാശ കമ്മീഷനുകൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അധ്യായം 5 അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇനി 6 എന്താണ്? മനുഷ്യാവകാശ കോടതികളെ കുറിച്ചാണ് പറയുന്നത്. 7 ഫിനാൻസ് അക്കൗണ്ടുകൾ, ഓഡിറ്റ് എന്നിവയെക്കുറിച്ചും 8 പലവക കാര്യങ്ങളുമാണ് പറയുന്നത്. അങ്ങനെ 8 അധ്യായങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലുള്ളത്. അതിൽ അറിഞ്ഞിരിക്കേണ്ടത് അധ്യായം 2 അധ്യായം 5 അധ്യായം 3 ആണ് കേട്ടോ. 2, 3, 5 എന്നിവ ഓർത്തിരിക്കുക. ഈ നിയമത്തിലാകെ 43 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിനെ 8 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ നിയമത്തിലാകെ എത്രയുണ്ട്? 43 ഭാഗങ്ങളുണ്ട്. ഇതിനെ 8 അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 8 അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് കടക്കാം. എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇനി 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണം ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. എപ്പോഴും ചോദിക്കും, പഠിച്ചു വെച്ചേക്കണം. 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 എന്ന് വന്നു നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എത്രയാണ്? 2. ആസ്ഥാനം എവിടെയാണ്? മാനവാധികാർ ഭവൻ അല്ലെങ്കിൽ ന്യൂഡൽഹിയാണ്. ഇത് എങ്ങനെയുള്ളൊരു സ്ഥാപനമാണ്? ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഇതിനെന്താണ്? സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. ചില സമയത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തുണ്ട്? ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളും ഉണ്ട്. ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം. ഇതിൻ്റെ ഘടന എങ്ങനെയാണ്? കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത്. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. അപ്പോൾ ചെയർപേഴ്സണെയും കൂട്ടിയിട്ട് എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സണെയും കൂടെ കൂട്ടിയിട്ട് 5 അംഗങ്ങൾ, 6 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അല്ലാണ്ട് ചെയർപേഴ്സൺ ഇല്ലാതെയാണെങ്കിൽ 5 അംഗങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും, അങ്ങനെ 6 പേരാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇത് 2019 ഭേദഗതി പ്രകാരമാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം, ഈ 5 അംഗത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ 5 അംഗത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗം ഉണ്ടായിരിക്കണം.
ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗമായിരിക്കണം. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. എടുത്തു പറയുന്നുണ്ട്, അതിലൊരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇത് 3 കാണാണ്ട് പഠിച്ചു വെച്ചേക്കണേ, ചോദിക്കും. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗം. ഈ 5 പേരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരാളായി. പിന്നെ ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗം ഒരാളായി. പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് 3 പേര്. അങ്ങനെ 5 സ്ഥിരാംഗങ്ങൾ. ഇതിലെടുത്ത് പറയുന്നുണ്ട് 5 പേരിൽ ഒരാൾ എന്തായിരിക്കണം? ആ ലാസ്റ്റ് പറഞ്ഞ 3 അംഗങ്ങളിൽ ഒരാളായിരിക്കണം, വനിതയായിരിക്കണം. ഇനി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ്? സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ഒരാളോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ഒരാളോ ആയിരിക്കണം. ചെയർപേഴ്സൺ എങ്ങനെയാണ്? സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പദവിയോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്നതോ ഒരാളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂട്ടത്തിൽ അതിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒരു 7 പേര്, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടിയുണ്ട്. നമുക്കതും കൂടി ഒന്ന് നോക്കണം. ആരൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നെന്താണ്? ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണറും ഉണ്ടായിരിക്കും. ഇത്രയും പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. 7 പേരാണ് കേട്ടോ. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 5 ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും. ഇനി നമുക്ക് നിയമനത്തെക്കുറിച്ചാണ് നോക്കുന്നത്. എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതി നിയമിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം. അപ്പം നമുക്ക് ആ സമിതിയും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് അതിലുണ്ടാവുക? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ, ലോകസഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇത്രയും പേരടങ്ങുന്ന ഒരു 6 അംഗ സമിതിയാണ് ആരെ ശുപാർശ ചെയ്യുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നത് കേട്ടോ. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ ഒരു സമിതിയുണ്ട്, അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയുണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു 6 അംഗ സമിതിയുണ്ട്. കൂട്ടത്തിൽ അതിലുള്ള ആളുകളെയും കൂടെ പഠിച്ചിരിക്കുക. ആരൊക്കെയാണ്? ലോകസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇത്രയും പേരാണ് ഉണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. ഇനി കാലാവധി എങ്ങനെയാണ്? ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ ആദ്യം അത് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്, ഓർത്തിരിക്കണേ. 2019 അമെൻമെൻറ്റ് പ്രകാരമാണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്ന് പറയുന്നത്. പുനർനിയമത്തിന് അർഹരാണ്. പുനർനിയമത്തിന് ഇവരെന്താണ്? അർഹരാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് പുനർനിയമത്തിന് അർഹരാണ്. 2019 ഭേദഗതിക്ക് മുൻപ് എന്തായിരുന്നു? 5 വർഷം എന്നായിരുന്നു കേട്ടോ. അത് കുറച്ചും 3 വർഷമാക്കി 70 വയസ്സ് പുനർനിയമത്തിന് എന്താണ്? അർഹരാണ്. ഇനി നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടുന്നതേത് അല്ലെങ്കിൽ ശരിയായവ ഏത് എന്നുള്ളത്. അപ്പം നമുക്കത് നോക്കാം. എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുക. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, എന്താണ് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. സർക്കാരിനോട് ശുപാർശ നൽകാൻ മാത്രമേ അധികാരമുള്ളൂ. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. മനുഷ്യാവകാശങ്ങളുടെ അനുഭവാവകാശം തടയുന്ന ഭീകര പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളും അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കുന്നതിനായി സന്ദർശിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശുപാർശകളൊക്കെ സർക്കാരിന് നൽകുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന അധികാരങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന സെക്ഷനുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാന സെക്ഷനുകൾ പഠിക്കണം. നമുക്ക് നോക്കാം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 3 ആണ് കേട്ടോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 3(2) ആണ് കേട്ടോ. 3(2)ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി സെക്രട്ടറി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അത് 3(4) ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3. ഇനി കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ 3(2). ഇനി സെക്രട്ടറി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണെങ്കിൽ 3(4) ആണ്. അപ്പോൾ നമുക്ക് നിലവിലെ സെക്രട്ടറി ജനറലിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാം. ആരാണ്? ഭരത് ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആരാണ്? ഭരത് ലാലാണെന്ന് അറിഞ്ഞിരിക്കുക. ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 കേട്ടോ പറയുന്നത്. ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത് കേട്ടോ. 3 കഴിഞ്ഞു, നമ്മൾ 4ലേക്ക് എത്തി കേട്ടോ. അപ്പോൾ 4 അവരുടെ നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവരുടെ രൂപീകരണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ 3 രൂപീകരിച്ചു. അതിൽ നമ്മൾ കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ഒരു വകുപ്പ് 3(2) ഉണ്ടാക്കി. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു തലവനുണ്ടായിരിക്കണം, സെക്രട്ടറി ജനറലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ 3(4) നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് അവരെ നിയമിക്കണം. അപ്പോൾ നിയമിക്കണമെങ്കിൽ 4 സെക്ഷനായിട്ട് വരുന്നത്. നിയമിച്ചാൽ മാത്രം പോരാ, നമുക്ക് അവരെ നീക്കം ചെയ്യും കൂടെ വേണം. നീക്കം ചെയ്യുന്നത് ഏതാണ്? 5 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും സെക്ഷൻ 5 പറയുന്നത്. ഇനി അവരുടെ കാലാവധി നിശ്ചയിക്കണം. അവർ നിയമിച്ചാൽ മാത്രം പോരാ, നീക്കം ചെയ്താലും പോരാ, അവരുടെ കാലാവധിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 കേട്ടോ. 3, 4, 5, 6 കേട്ടോ. സെക്ഷൻ 6 ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പറയുന്നത്. കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 3 നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ. ഏതാണ്? കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായമാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യായം 3 കേട്ടോ. കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 കേട്ടോ. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി വരെ നിശ്ചയിച്ചു. ഇനി അവർക്ക് അവരുടെ ചുമതലകൾ കൊടുക്കണം, അവർ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ കൊടുക്കണം. അതിലെന്ത് പറയുന്നുണ്ട്? അത് 12 പറയുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ആർട്ടിക്കിൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി നമുക്ക് നോക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്നുള്ളത്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് കേട്ടോ. അപ്പോൾ നിലവിലെയും കൂടെ നമുക്കൊന്ന് നോക്കിയിരിക്കണം. വി രാമസുബ്രഹ്മണ്യമാണ് കേട്ടോ. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യമാണ് ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ഇനി കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം? KG ബാലകൃഷ്ണനെ പറയണം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ഒരു മലയാളി വനിതയുണ്ട്. അവരാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആത്മകഥയുടെ പേരാണ് നീതിയുടെ ധീരസഞ്ചാരങ്ങൾ എന്നുള്ളത്. ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നീതിയുടെ ധീരസഞ്ചാരങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഫാത്തിമ ബീവിയാണ് കേട്ടോ. അവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി വനിത എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഈ മനുഷ്യാവകാശ കമ്മീഷന്മാരെ കൊടുത്തിട്ട് അതിൽ അധ്യക്ഷ സ്ഥാനം പദവി അലങ്കരിച്ചിട്ടില്ലാത്തവർ ആരൊക്കെ എന്നുള്ളതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇനി അതും ചോദിക്കാം. അപ്പോൾ നമ്മൾ അവരെയും കൂടെ എന്തായാലും ഇത്രയും പഠിച്ചു. അപ്പോൾ നമുക്ക് അവരെയും കൂടെ ഒന്നും പഠിച്ചിരിക്കാം. ആരൊക്കെയാണ്? രംഗനാഥ മിശ്ര, MN വെങ്കിടാചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, ശിവരാജ് V പാട്ടിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നേ, S രാജേന്ദ്ര ബാബു, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, KG ബാലകൃഷ്ണൻ, സിറിയക് ജോസഫ്, HL ദത്തു, പ്രഫുല്ല ചന്ദപന്ത്, അരുൺകുമാർ മിശ്ര, V രാമസുബ്രഹ്മണ്യം. 13ാമത്തെയാണ് V രാമസുബ്രഹ്മണ്യം. നിലവിലെ 13ാമത്തെയാണ് V രാമസുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ഇതിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഉള്ളവരെയൊക്കെ ഒന്ന് നോക്കിയിരിക്കണേ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഇതുവരെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളവരിൽ ആരൊക്കെ അല്ലെങ്കിൽ ഇല്ലാത്തവരിൽ ആരൊക്കെ എന്നൊക്കെ ചോദിക്കാം. ആരൊക്കെയാണ്? ശിവരാജ് V പാട്ടീൽ, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, സിറിയക് ജോസഫ്, പ്രഫുല്ല ചന്ദ്രപന്ത്. അപ്പോൾ ഇത്രയും പേരാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ശിവരാജ് V പാട്ടീൽ, ഗോവിന്ദ് പ്രസാദ് മാത്തൂർ, സിറിയക് ജോസഫ്, പ്രഫുല്ല ചന്ദ്രപന്ത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരുമായിട്ട് ഓർത്തിരിക്കണേ. ഇനി പോകാം നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക്. അപ്പോൾ എന്നാണ് രൂപീകൃതമായത്? 1998 ഡിസംബർ 11. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 1998 ഡിസംബർ 11 നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായി. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, അങ്ങനെ 3 പേരാണ് ടോട്ടൽ ഉണ്ടാവുക കേട്ടോ. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, അങ്ങനെ ടോട്ടൽ 3 പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചെയർപേഴ്സൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്നൊരു വ്യക്തിയായിരിക്കണം എന്താണ് ചെയർപേഴ്സൺ ആകേണ്ടത് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. ഇനി ബാക്കി 2 പേര് പറഞ്ഞല്ലോ, അവരുടെ 2 ആളുടെ യോഗ്യതയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോടതി ജഡ്ജി ആയിരുന്നത് അല്ലെങ്കിൽ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആയിരുന്നതോ അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നത്, അതായത് ആയിരുന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മുന്നേ ആയിരുന്നതോ, അല്ലെങ്കിൽ എന്ത് വേണം, 7 വർഷം ആ ഒരു സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ളൊരു വ്യക്തിയും കൂടി ആയിരിക്കണം ആ അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത്. മറ്റൊരാൾ എന്താണ്? മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവ്, പ്രായോഗിക പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇത് ഇവരുടെ ചെയർപേഴ്സൻ്റെയും അവരുടെ അംഗത്തിൻ്റെയും യോഗ്യതകളും കൂടെ പഠിച്ചിരിക്കണേ. ഇപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അവരുടെ കാലാവധി എങ്ങനെയാണ്? 3 വർഷം 70 വയസ്സ് പുനർനിയമനത്തിന് അർഹനാണ് എന്നുള്ളതാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധിയിൽ ഒരു മാറ്റവും ഇല്ല. രണ്ടിടത്തും എങ്ങനെയാണ്? 3 വർഷം 70 വയസ്സാണ്, പുനർനിയമനത്തിന് അർഹനാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ലിസ്റ്റ് 2, ലിസ്റ്റ് 3 എന്നിവയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഒരു സംസ്ഥാന കമ്മീഷനും മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കമ്മീഷണർ തത്സമയ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ രൂപീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും കമ്മീഷൻ അങ്ങനെയുള്ള ഏതെങ്കിലും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മീഷന് പ്രസ്തുത വിഷയത്തിൽ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. നമ്മൾ ആ ലിസ്റ്റ് അറിഞ്ഞിരിക്കണം. ലിസ്റ്റ് 2ലും ലിസ്റ്റ് 3ലും കൺകറൻറ്റ് ലിസ്റ്റിലും അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ലിസ്റ്റ് 2ലും ലിസ്റ്റ് 3ലും. ലിസ്റ്റ് ഏതാണ്? ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ് അല്ലേ. ഭരണഘടന അങ്ങനെ കിടക്കണു അല്ലേ. വൈഡ് ടോപ്പിക്കായിട്ട് 8 മാർക്കാണ് അതെന്ന് ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഭരണഘടനാ ഭേദഗതികൾ, പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ, അതൊന്നും വിട്ടുപോകരുത്. അവിടെ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മൗലികാവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകൾ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയൊക്കെ ശുപാർശ ചെയ്യുന്നുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ആയിരിക്കും ഒരു സമിതി ആയിരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷ സ്ഥാനം ചെയർപേഴ്സൺ ആയിരിക്കും. നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇത്രയും പേരായിരിക്കും ആ ഒരു സമിതിയിൽ ഉണ്ടായിരിക്കുക കേട്ടോ. ഒന്നും കൂടെ പറയാം. മുഖ്യമന്ത്രി അധ്യക്ഷ സ്ഥാനം വഹിക്കും. നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇനി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ എന്നിവയാണ് കേട്ടോ ഇവരെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ വേറെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതിയായിട്ടുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെടുക, പിന്നെന്താണ്, തൻ്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേറെ പൈസ ലഭിക്കുന്ന തൊഴിലൊക്കെ ഏർപ്പെടുക, പിന്നെന്താണ്, മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള കുറവ് മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനായിരിക്കുക, പിന്നെന്താണ്, ചിത്തഭ്രമമുള്ളവനായിരിക്കുകയും, പിന്നെന്താണ്, ക്ഷമതയുള്ള ഒരു കോടതിയുടെ അപ്രകാരം ഒരു കോടതി അങ്ങനെ വിധിക്കുകയാണ്, അയാൾക്ക് അങ്ങനെ ഒരു ചിത്രഭ്രമം ഉണ്ടെന്ന് വിധിക്കുന്ന ആ ഒരു തരത്തിലാണെങ്കിൽ അവർക്ക് നീക്കം ചെയ്യുക, ചെയർപേഴ്സണെ നീക്കം ചെയ്യാനുള്ള കാരണമാണ് അതും. പിന്നെന്താണ്, ഒരു സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് തടവിന് ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയും അവരെ നീക്കം
ഇനി നമുക്ക് ഇവിടെ നോക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകളൊക്കെ ഏതൊക്കെയാണെന്ന് കേട്ടോ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 21 ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21. സംസ്ഥാന സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21A ആണ് കേട്ടോ. ഇതൊരു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻ വന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21 കേട്ടോ. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏതാണ്? സെക്ഷൻ 22 ആണ് കേട്ടോ. നിയമനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 22ഉം നീക്കം ചെയ്യലുമായിട്ടുള്ള ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 23 ആണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും നിയമനം ഏതാണ്? സെക്ഷൻ 22 ആണ്. അവരെ നീക്കം ചെയ്യുന്നത് ഏതാണ്? സെക്ഷൻ 23 ആണ് കേട്ടോ. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, നിയമിക്കുന്നത് നമ്മളുടെ ഗവർണറാണ്, ഓർത്തിരിക്കണേ. ഇനി സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് സെക്ഷൻ 24ലാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ഏതിലാണ്? സെക്ഷൻ 24ലാണ്. സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 27ലാണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും സെക്ഷൻ 27ആണ്. സംസ്ഥാന കമ്മീഷൻ്റെ വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 28ആണ്. 27, 28 കേട്ടോ. സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും സെക്ഷൻ 27. സംസ്ഥാന കമ്മീഷൻ്റെ വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും ആയി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28ആണ്. ഇനി ഇവിടെ നമുക്ക് ആദ്യത്തെ ചെയർമാനെ നോക്കാനുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിലവിലെ ചെയർമാനെയും കൂടെ അറിഞ്ഞിരിക്കണം. അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആദ്യത്തെ ആരായിരുന്നു? MM പരീത് പിള്ള. നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ്. ഇനി ഇവിടുത്തെ നിലവിലെ സെക്രട്ടറിനെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സുചിത്ര KR എന്നാണ് കേട്ടോ. സുചിത്ര KR ആണ് നിലവിലെ സെക്രട്ടറി എന്ന് പറയുന്നത്.